നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഫൈസർ വാക്സിൻ സ്വീകരിച്ചവർക്കും ജോൺസൺ ആൻഡ് ജോൺസൺ ബൂസ്റ്റർ ഷോട്ടിൽ നിന്നും കാര്യമായ ഗുണം ലഭിക്കുന്നുവെന്ന് പഠനം. ബോസ്റ്റണിലെ ബെത്ത് ഇസ്രായേൽ ഡിക്കൻസ് മെഡിക്കൽ സെന്ററിലെ ഗവേഷകർ 2 തവണ ഫൈസർ വാക്സിൻ എടുത്ത 65 പേരിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം തെളിഞ്ഞത്. രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് 6 മാസത്തിനു ശേഷം ഗവേഷകർ 24 സന്നദ്ധ പ്രവർത്തകർക്ക് 3ാം ഡോസ് ഫൈസർ വാക്സിൻ നൽകുകയും 41 പേർക്ക് ജോൺസൺ ആൻഡ് ജോൺസൺ ഷോട്ട് നൽകുകയും ചെയ്തു. 2 വാക്സിൻ ബ്രാൻഡുകളും കോവിഡിനെതിരെ പോരാടുന്ന ടി സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ദീർഘകാല സംരക്ഷണത്തിനും അണുബാധകൾ ഗുരുതരമായ രോഗമായി മാറുന്നത് തടയുന്നതിനും പ്രധാനമാണ്. എന്നാൽ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ നൽകിയ ടി സെൽ വർധനവ് ഫൈസറിന്റേതിനേക്കാൾ ഇരട്ടി കൂടുതലാണ് എന്നാണ് കണ്ടെത്തൽ. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഫൈസൽ അൽ നഫാഫ് ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിദേശികളുടെ ലൈസൻസ് പിൻവലിക്കും. ലൈസൻസ് എടുക്കുമ്പോൾ യോഗ്യത ഉണ്ടായിരുന്നവർക്ക് പിന്നീട് യോഗ്യത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റദ്ദാക്കും. രാജ്യത്ത് വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ചുരുങ്ങിയത് 600 ദിനാർ ശമ്പളം, ബിരുദം, കുവൈത്തിൽ 2 വർഷം താമസം എന്നിവയാണ് ഉപാധി. ജോലി മാറ്റമോ മറ്റോ ആയ കാരണത്താൽ ഈ പരിധിക്ക് പുറത്താവുന്നവർ ലൈസൻസ് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ചില തസ്തികകളിൽ ജോലി ചെയ്യുന്നതിന് ഉപാധി കൂടാതെ ലൈസൻസ് അനുവദിക്കും. ഇത്തരം തസ്തികകളിൽ നിന്ന് മാറിയാൽ ലൈസൻസ് തിരിച്ചേൽപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. മിനിമം ശമ്പള പരിധിയിൽ നിന്ന് കുറവ് വരികയോ അർഹതയുള്ള തൊഴിൽ വിഭാഗത്തിൽ നിന്ന് മാറുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുവൈത്തിൽ ഒരാഴ്ചയ്ക്കിടെ 474 പേരെ നാടുകടത്തി. ഡിസംബർ 1 മുതൽ 7 വരെയുള്ള കണക്കാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത്. ഇതിൽ 348 പേർ പുരുഷന്മാരും 126 പേർ സ്ത്രീകളുമാണ്. നവംബറിലാകെ 2204 പേരെയാണ് നാടുകടത്തിയത്. താമസ നിയമലംഘനം, അനധികൃത ഗാർഹിക തൊഴിലാളി ഓഫീസ് നടത്തിയവർ, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചവർ, മദ്യ മയക്കുമരുന്ന് കേസ് പ്രതികൾ, കോടതി നാടുകടത്താൻ ഉത്തരവിട്ടവർ എന്നിവരെയാണ് നാടുകടത്തിയത്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമർ അൽ അലി അസബാഹ്, മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് ഫൈസൽ നഫാഫ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 4 മാസമായി എല്ലാ മാസവും 2000-ലേറെ ആളുകളെ നാടുകടത്തുന്നുണ്ട്. താമസ നിയമലംഘകരെയും മറ്റ് നിയമലംഘകരെയും പിടികൂടാൻ പരിശോധന ശക്തമാക്കാനാണ് നിലവിൽ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നവരെ വേഗത്തിൽ തിരിച്ചയക്കാൻ നിർദ്ദേശിച്ചത്. ഒമാൻ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവെന്ന് കണക്കുകൾ. രാജ്യത്തെ വിമാനത്താവളങ്ങളായ മസ്കത്ത് അന്താരാഷ്ട്ര എയർപോർട്ട്, സലാല എയർപോർട്ട്, സോഹാർ എയർപോർട്ട്, ദുഗം എയർപോർട്ട് എന്നിവയിലൂടെ ഈ വർഷം സെപ്റ്റംബർ അവസാനം വരെ 2 ദശലക്ഷത്തിലധികം ആളുകളാണ് യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ ഇക്കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 26% കുറവാണ് വന്നിട്ടുള്ളതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം 39,82,289 യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 28,70,810 ചുരുങ്ങിയിരിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബറിൽ അവസാനം വരെ ഒമാനിലെ വിമാനത്താവളത്തിലെ മൊത്തം വിമാനങ്ങളുടെ എണ്ണം 26,636 മസ്കറ്റ് എയർപോർട്ട് വഴി 18,604 അന്താരാഷ്ട്ര വിമാനങ്ങൾ, സലാല എയർപോർട്ട്, സോഹാർ എയർപോർട്ട് എന്നിവിടങ്ങളിലൂടെ 8,032 ആഭ്യന്തര വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും. യുഎഇയുടെ വിവിധ മേഖലകളിൽ പുലർച്ചെ മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ മേഖലയിൽ നേരിയ മഴയും പ്രതീക്ഷിക്കാം. മദീനത്ത് സായിദ്, ഹബ്ഷൻ, അസബ്, അൽ ദഫ്ര, ലിവ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് മൂലം ദൂരക്കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. അതേസമയം രാത്രിയിൽ തണുപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. സന്ധ്യ മുതൽ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. 13 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ കുറഞ്ഞ താപനില. ആഫ്രിക്കയിൽ കഴിഞ്ഞ മാസം മാത്രം ഉപയോഗിക്കാതെ പാഴായി പോയത് 1 മില്യൺ കോവിഡ് വാക്സിനുകളെന്ന് റിപ്പോർട്ടുകൾ. നൈജീരിയയിലാണ് ഈ നാശനഷ്ടമുണ്ടായത്. വാക്സിൻ സ്വീകരിക്കാൻ ജനങ്ങളോട് സർക്കാർ ആവശ്യപ്പെടാറുണ്ട്. എന്നിട്ടും 200 മില്യണോളം ജനസംഖ്യയുള്ള നൈജീരിയയിൽ 4% താഴെ ആളുകൾ മാത്രമാണ് വാക്സിൻ എടുത്തത്. ആഫ്രിക്കയിൽ ജനസംഖ്യ കൂടുതലുള്ളതിനാൽ വാക്സിൻ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. യൂറോപ്പിൽ നിന്നും ആസ്ട്രാസെനെക്ക നൽകിയ വാക്സിനുകളാണ് കാലാവധി കഴിഞ്ഞ് ഉപയോഗശൂന്യമായത്. ആഴ്ചയിൽ 4 ദിവസം മാത്രം പ്രവൃത്തിദിനമാക്കിയതിലൂടെ യുഎഇ സാമ്പത്തിക സാമൂഹിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് വരുത്തിയതെന്ന് വിദഗ്ധർ. വിവിധ മേഖലകളിൽ നിന്നുള്ള വർഷങ്ങൾ നീണ്ട ആവശ്യമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇതോടെ യുഎഇയുടെ പ്രവൃത്തി സമയം ലോകക്രമത്തിലേക്ക് മാറും. ഇതുമൂലം രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയത്തിലേക്ക് യുഎഇ സമയവും പുനഃക്രമീകരിക്കപ്പെടും. മൊറോക്കോ, തുർക്കി, മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഞായർ അവധിയാക്കിയുള്ള സമയക്രമമാണ് പാലിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.